നമസ്കാരം. എല്ലാവരെയും സഞ്ജീവനി മലയാളം ഹെൽത്ത് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വളരെയധികം ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് മസിൽ ക്രാംസ്. സാധാരണ രീതിയിൽ പല ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ അഥവാ നമ്മൾ മതിയായ അളവിലുള്ള വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ്. നമ്മുടെ ശരീരത്തിലെ ധാതു ലവണങ്ങൾ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയ മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഇതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ നമ്മൾ സഫീഷ്യന്റ് അമൗണ്ടിൽ ഇതിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെ. മതിയായ അളവിൽ വെള്ളം കുടിക്കണം. അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ജസ്റ്റ് ലെമൺ ജ്യൂസ് തന്നെ നമുക്ക് അല്പ സോഡിയം ചേർത്തിട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. പുവർ സർക്കുലേഷൻ, ബ്ലഡ് സപ്ലൈ നല്ല രീതിയിൽ നടക്കുന്നില്ലെങ്കിലും അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻ, ചില കോൾഡ് ക്ലൈമറ്റുകളിലൊക്കെ വരുമ്പോൾ ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ മസിൽ ക്രാംസ് ഉണ്ടാവാം. ഓവർ എക്സേർഷൻ ആവുക, അതായത് ഒരുപാട് വർക്ക് ചെയ്യുക, ഒരുപാട് ജോലി ചെയ്യുക, ഒരുപാട് ആക്ടിവിറ്റി കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് മസിൽ ഫാറ്റിക് ആയി പോവുക. അതുപോലെ നമ്മുടെ നട്ടെല്ലിൽ ലംബാർ ഏരിയയിലെ L4, L5 ആൻഡ് S1 ഈ ഏരിയയിലെ നെർവ് റൂട്ടുകളിൽ എവിടെയെങ്കിലും കംപ്രഷൻ ഉണ്ടാവുക ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കാലുകളിൽ ഇതുപോലെ മസിൽ ക്രാംസിന് സാധ്യതയേറെയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ മാനേജ് ചെയ്യുന്നതിന്, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ സ്റ്റാറ്റിൻ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന്, ഡയൂററ്റിക് മെഡിസിൻ ശരീരത്തിലെ നീർക്കെട്ടുകൾ ഒഴിവാകുന്നതിന് വേണ്ടി കൊടുക്കുന്ന മെഡിസിൻസ്. ഇതിന്റെ എല്ലാ ഉപയോഗങ്ങൾ ശരീരത്തിൽ മസിൽ ക്രാംസ് ഉണ്ടാകുന്നതിന് കാരണമാണ്. പലപ്പോഴും ഉറങ്ങാൻ കിടക്കുന്ന ആ സമയത്ത് പോലും മസിൽ ക്രാംസ് പലരും പറയാറുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പ്രകൃതിദത്തമായ രീതിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിലീഫ് കൊടുക്കാം എന്ന് നോക്കാം. നമ്മുടെ കയ്യിലെ നടുവിരലും മോതിരവിരലും, മിഡിൽ ഫിംഗർ ആൻഡ് റിംഗ് ഫിംഗർ, ഈ രണ്ട് വിരലുകളിൽ നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ പിടിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗമാണ് സുചോക്ക് തെറാപ്പിയിൽ കാഫ് മസിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയ. രണ്ട് കൈയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഏരിയയിൽ നന്നായിട്ട് ഒന്ന് തിരിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം സ്ട്രോങ് ആയിട്ട്. രണ്ട് കൈയിലും ജസ്റ്റ് ഒരു അര മിനിറ്റ്, ഒരു മിനിറ്റോളം ചെയ്യുമ്പോഴേക്കും മസിൽ ക്രാംസ് റിലീഫ് ചെയ്യുന്നതാണ്. അതാണ് സിമ്പിൾ ആയിട്ട് ഒരു ടൂളും ഉപയോഗിക്കാതെ നമുക്ക് ഏത് അവസരത്തിലും ചെയ്യാവുന്ന ഒരു വിദ്യ. അടുത്തതായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്താവുന്ന മറ്റൊന്നാണ് സുചോക്ക് അക്യുപ്രഷർ റിംഗ്. ഈ റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫിംഗറിന്റെ ഈ ഭാഗങ്ങളെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉത്തേജിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിലൂടെയും നമുക്ക് പെട്ടെന്ന് റിലീഫ് ലഭിക്കുന്നതാണ്. ജസ്റ്റ് രണ്ട് കൈയിലെയും നടുവിരലിലും മോതിര വിരലിലും ചെയ്യുന്ന ജസ്റ്റ് 1 മിനിറ്റ് മസാജിലൂടെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് റിലീഫ് ലഭിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ടിപ്പ് യോഗയിലെ ഒരു മുദ്രയാണ്. ജലമുദ്ര, വരുണമുദ്ര എന്നൊക്കെയാണ് അതിന്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലതത്വത്തെ, വാട്ടർ എലമെന്റിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ്. നമുക്കറിയാം ഡീഹൈഡ്രേഷൻ, അതുപോലെ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഒക്കെ പറഞ്ഞു. അതിനെ കറക്റ്റ് ചെയ്യാൻ ഈ മുദ്ര വളരെ ഹെൽപ്ഫുൾ ആണ്. ചെയ്യേണ്ട രീതി, നമ്മുടെ പെരുവിരലിനെ ചെറുവിരലിലെ ലിറ്റിൽ ഫിംഗറിന്റെ ടിപ്പിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. മറ്റു വിരലുകളെല്ലാം നിവർത്തി പിടിക്കാം. ഇങ്ങനെയാണ് ജസ്റ്റ് പെരുവിരലിനെ ചെറുവിരലിന്റെ ടിപ്പിലേക്ക് ടച്ച് ചെയ്യാം. ജസ്റ്റ് രണ്ട് കൈയിലും പിടിക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ നിൽക്കരുത്,
ഓപ്പൺ ആയി നിൽക്കരുത്. ജസ്റ്റ് അതിന്റെ ടിപ്പുകൾ പരസ്പരം യോജിപ്പിച്ച് പിടിക്കുക രണ്ട് കൈയിലും. മറ്റു വിരലുകൾ നിവർത്തി പിടിക്കാം. കൈകൾ സ്വസ്ഥമായ രീതിയിൽ നമ്മുടെ തുടയിൽ മലർത്തി വെക്കാം. കണ്ണുകൾ അടച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം. ഇനി യാത്രയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് അങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. മിനിമം ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ആ 10 മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രയാസങ്ങളിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങൾ തിരിച്ചു വരാത്ത രീതിയിൽ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വരുണമുദ്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലതത്വം ബാലൻസ് ആവുകയും ശരീരത്തിൽ ഡ്രൈനെസ് സ്കിന്നുള്ള ആളുകൾക്കൊക്കെ അത് ക്ലിയർ ആവും. അതുപോലെ തന്നെ ബോഡി ഒന്ന് കൂളാവും. അടുത്തതായിട്ട് കളർ ഹീലിംഗിൽ, കളർ തെറാപ്പിയിൽ എങ്ങനെ മസിൽ ക്രാംസിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് 2 കളറുകളാണ്. ഒന്ന് യെല്ലോ, മറ്റൊന്ന് സ്കൈ ബ്ലൂ, ഇളനീല, ആകാശനീല. ഓക്കെ, ഈ 2 കളറുകൾ എടുത്ത് 2 ചൂണ്ടുവിരലിലെയും ഫസ്റ്റ് ജോയിന്റ്, ആ ഫസ്റ്റ് ജോയിന്റിൽ നൽകുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ യെല്ലോ കളർ അപ്ലൈ ചെയ്യാം, ചുറ്റിലും നൽകുക. അതിനുശേഷം അതിന്റെ ജസ്റ്റ് മുകളിലൂടെ ചേർത്തുകൊണ്ട് തന്നെ ഇളനീല കളർ അപ്ലൈ ചെയ്യാം. ഇതേ രീതിയിൽ 2 ചൂണ്ടുവിരലിലും നൽകാവുന്നതാണ്. ആദ്യം മഞ്ഞ, അതിന് നേരെ മുകളിൽ ചേർത്തുകൊണ്ട് ഇളം നീല കളർ നൽകുക, ജസ്റ്റ് സ്കൈ ബ്ലൂ കളർ. ഏതാനും ദിവസങ്ങൾ, ഒരു 4-5 ദിവസം ചെയ്യുമ്പോഴേക്കും മസിൽ ക്രാംസ് കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞിട്ടുള്ള ഈ 4 ടിപ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താം. തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുമല്ലോ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.